16-ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ നികുതി വിഹിതം. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടും. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോൾ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റു ചില ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പൊ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ്. പ്ലാനിന്റെ 35,000 കോടിയിൽ ഇവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞു വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോൾ 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിന്റെ സ്പ്ലിറ്റപ്പാണ്. അടുത്ത് അപ്പോൾ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, പോയ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA DR കുടിശ്ശിക, DA ജീവനക്കാർക്ക്, DR പെൻഷൻകാർക്കും, സപ്ലൈകോ കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ SC/ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിനു കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെന്റ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വെക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെന്റ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്നു. ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് ഉണ്ടാക്കി വെക്കും. വേറെ ഇതുകൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DRES 21,670, DR എന്ന് പറഞ്ഞ പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിംഗ് സിസ്റ്റം ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കുള്ള ആ ഡിസ്കൗണ്ടിംഗ് സിസ്റ്റം ഉണ്ട്. കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത് അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DRES യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും മറ്റേ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC/ST സ്കോളർഷിപ്പ് അരിയേഴ്സ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു കൊടുക്കാതെയാണ് പോയത് 1982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരത്തെ DA അതെല്ലാം സപ്ലൈകോ KMC എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പൊ കൊടുക്കണം. പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്ന് പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 16, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിലൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ ഇപ്പോൾ ഒരു 6,000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാന്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2,000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16 2,212 കോടിയായി. അപ്പൊ ഈ പൈസ ഇപ്പോ വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്ക് കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം. ഒരുപാട് ഒബ്ലിഗേഷൻസ് ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്
ദേ 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല. കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്റെ വാതിൽ തുറന്ന പലചരക്കടക്കാരൻ നിൽക്കുകയാണ്, പാലുകാരൻ നിൽക്കുകയാണ്, പത്രക്കാരൻ നിൽക്കുകയാണ്, മീൻ കൊണ്ടുവന്ന ചേച്ചി വരെ അവിടെ നിൽക്കുകയാണ് വാതിക്ക്. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കുന്നത്. എന്നാ ബാക്കി വെച്ചാൽ 3-ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3-ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSൽ കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനം നോക്കിയ 2024-25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തിൽ. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ അവസാനം 16-ാം തീയതി 2,212 കോടിയാണ്. അപ്പൊ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയാണ്. ഇപ്പൊ പദ്ധതി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതിനും ഒരു ചെറിയ കൗശലം കാണിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 24, 23, 24 യഥാർത്ഥത്തിൽ ചെയ്തത് 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്ന 32,000 കോടിയിട്ട് കാണിക്കുന്നത്. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോകും. അതായത് പ്ലാനിൽ കട്ട് ചെയ്തേക്കുവാണ്. ശരിക്കും 30,000 കോടിയിൽ വലിയ തുക ഈ 24, 25, 23, 24 കുറവ് വന്നു. വലിയ തുക പ്ലാൻ സൈസിൽ അല്ലേ കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ കണക്ക് വന്നതെന്നറിയാമോ? കിഫ്ബിയുടെ പൈസ, പെൻഷൻ ഫണ്ടിന്റെ പൈസ, ട്രാൻസ്പോർട്ടിന്റെ പൈസക്ക് ഇതിന്റെ കൂടെ കൂടിയേക്കും. അതെങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആവുന്നു? കണക്ക് റിയലിസ്റ്റിക് അല്ല. ഫിനാൻസ് പോലും അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് തയ്യാറാക്കിയത്. പിന്നെ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്ന തനത് വരുമാനം യഥാർത്ഥ തുകയും തമ്മിൽ വലിയ അന്തരമാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം GSTP റേഷ്യോയിൽ 7.75 ആണ്. പക്ഷെ നാഷണൽ ആവറേജ് 8.5 ആണ്. നമ്മുടെ SOTR തനത് നികുതി വരുമാനം അത് GSTP അനുപാതത്തിൽ 6.41 ആണ്. ദേശീയ ശരാശരി 6.90 കുറവാണ്. ഇനി കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് കൂടി വ്യക്തമാണ്. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന ബജറ്റിൽ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2,000 കോടി മുതൽ 3,000, 4,000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അപ്പൊ അത് ബജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവര് കടം മേടിക്കും. കടം മേടിക്കുന്ന വലിയ പലിശയ്ക്കാണ്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. വലിയ പലിശയ്ക്ക് കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കിഫ്ബിയിലില്ല. അപ്പോ കിഫ്ബിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും സർക്കാരിലേക്ക് വരും. അപ്പൊ സർക്കാർ തന്നെ പണം അടിസ്ഥാന ഫണ്ടും കൊടുക്കണം, കടം മേടിക്കുന്ന തുകയും സർക്കാർ കൊടുക്കണം. അതിന്റെ വലിയ പലിശ, ഭയങ്കര പലിശ ഞാൻ കാണിച്ചു തരാം. വലിയ പലിശക്കാണ് കടം മേടിച്ചിരിക്കുന്നത്. ഈ പലിശയും സർക്കാർ കൊടുക്കണം. അപ്പൊ സർക്കാരിന്റെ മീതെയുള്ള ഒരു ബാധ്യതയാണ്. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. അറിയോ?
നോക്കിയേ പലിശ നോക്കിയേ 8.809.56 അവസാനത്തെ കോളം. പലിശ നോക്കിയേ, പലിശ നിരക്കാണ്. ഇതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടും, ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റിൽ കിട്ടും. സ്റ്റേറ്റ് പോലും ഇത്രയും വലിയ പലിശക്കല്ല എടുക്കുന്നത്. ഈ പലിശക്ക് എടുത്തിട്ട് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ടുപോയി 6%, 7% ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത് വലിയ ഒരു ഇതാണ്. പിന്നെ ഓരോ ജില്ലകളിലും ഒരു വിധത്തിലുള്ള ഒരു റീജിയണൽ ബാലൻസും ഇല്ലാതെ വിവേചനമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കണ്ണൂരാണ് പരിപാടിയിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നോക്കി അപ്രൂവ് 20.4% കണ്ണൂർ. സഭയിൽ അവതരിപ്പിച്ച ധവളപത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ.